എൻ്റെ പേര് സാറ് പറഞ്ഞ പോലെ സൂരജ് എന്നാണ്. ഞാനിപ്പോൾ നിലവിൽ പാലക്കാട് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ചിറ്റൂര് ട്രേഡ്സ്മാൻ ടേണിങ്ങിൽ വർക്ക് ചെയ്യുന്നു. മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം കേരള PSCയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ ഈ രണ്ട് തസ്തികകളാണ് പ്രധാനമായിട്ടും മെക്കാനിക്കലിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടി നല്ല രീതിയിൽ വേക്കൻസീസ് വരുന്നതും അതുപോലെ തന്നെ നല്ലൊരു പോസ്റ്റും ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഗൈഡൻസിൻ്റെ അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ലെങ്കിൽ ഏണസ്റ്റ് അക്കാഡമിയെ പോലെയുള്ള അക്കാഡമിയുടെ ഒരു ആവശ്യകത വരുന്ന സമയത്താണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ റീസെൻറ്റ് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആദ്യം നമ്മളൊരു ആദ്യത്തെ സെറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഏറ്റവും പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. വാട്ടർ അതോറിറ്റി എയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കെമിക്കൽ, സിവിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിവിലുകാരെ സംബന്ധിച്ചോളം മെക്കാനിക്കലും കെമിക്കലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ എടുക്കുന്ന എഫേർട്ട് സാധാരണഗതിയിൽ നമ്മൾ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് എടുക്കുന്ന എഫേർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ട്രേഡ്സ്മാൻ എന്ന നിലയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന നിലയിലേക്കാണ് പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവുക. 3 വർഷ കാലാവധി ഉണ്ടെങ്കിൽ തന്നെയും അതായത് 3-ാമത്തെ വർഷം കഴിയുമ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒന്ന്, ഈ പറയുന്ന കണ്ടന്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 2, സംശയങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുക. 3, പ്രാക്ടീസ് ചെയ്യുക, അതായത് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈ 1.5 മണിക്കൂറുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചോളം നെഗറ്റീവ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെക്കാട്ടിൽ 1 മാർക്കോ 2 മാർക്കോ കുറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മളെക്കാട്ടിൽ 2 മാർക്ക് കൂടി ഇൻ്റർവ്യൂവിന് വാങ്ങിച്ച് നമുക്ക് മുകളിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങ് മുകളിലുള്ള ആൾക്കാരൊന്നും അല്ല, നമ്മൾക്കൊരു ആവറേജ് ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മൾക്കൊക്കെ ഇത്തരത്തിൽ എത്താമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൂരജ് VR സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രീമിലുള്ള എക്സാമിനേഷനുകൾ എഴുതി നിരവധി റാങ്ക് ലിസ്റ്റുകളിൽ വന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. മാത്രവുമല്ല, കേരള വാട്ടർ അതോറിറ്റി ഓവർസിയറായി ജോലി ചെയ്യുകയും അതിനുശേഷം ട്രേഡ്സ്മാനായിട്ട് പാലക്കാട് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുവാനും അദ്ദേഹത്തിന്റെ പഠനത്തിലെ പഠന രീതികളും ഇനിയും അതുപോലെ തന്നെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗൈഡൻസ് നൽകാനുമായിട്ടാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം സുരേഷ് സാറിനെ. സ്വാഗതം സുരേഷ് സാർ. നമസ്കാരം. എൻ്റെ പേര് സാറ് പറഞ്ഞ പോലെ സൂരജ് എന്നാണ്. ഞാനിപ്പോൾ നിലവിൽ പാലക്കാട് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ചിറ്റൂര് ട്രേഡ്സ്മാൻ ടേണിങ്ങിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് മുന്നേ സാറ് പറഞ്ഞതുപോലെ കുറച്ച് നാൾ ഏകദേശം 2 കൊല്ലത്തോളം കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ, 10th ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് ഞാൻ എൻ്റെ ഒരു നാൾ വഴികളെന്ന് പറയുന്നത് 2018 മുതലാണ് നമ്മളുടെ ഈ ഒരു എക്സാമിലേക്ക്, അതായത് ടെക്നിക്കൽ PSC എക്സാമിലേക്ക് വരുന്നത് 2018 മുതലാണ്. 18 എന്ന് പറയുമ്പോൾ അവിടെ ട്രേസർ, കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നടന്ന ട്രേസർ എക്സാമാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന ഒരു എക്സാം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന നിലയിൽ ആ ഒരു എക്സാമിൽ 1ാം റാങ്ക് കിട്ടുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ഇത്തരത്തിൽ വേക്കൻസിയുടെയും അതുപോലെ തന്നെ റിസർവേഷൻ്റെയും ഓരോ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് 1ാമത്തെ റാങ്ക് കിട്ടിയെന്നു എങ്കിൽ തന്നെയും അത് നമ്മൾക്ക് ഒരു അഡ്വൈസായിട്ട് നമുക്ക് ലഭിച്ചിരുന്നില്ല, ആ ജോലി കിട്ടിയില്ല. പിന്നീട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാമുകളിലൊക്കെ എഴുതുകയും അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലേക്കുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അതുപോലെ നിരവധി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ അതായത് ട്രേഡ്സ്മാൻ ടേണിങ്ങിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോളേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ BTech 2012 പാസ് ഔട്ടാണ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം MTech സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂൾ ഡിസൈൻ ഹൈദരാബാദ് പാസ്ഡ് ഔട്ടാണ്, 2015 പാസ് ഔട്ടാണ്. പിന്നീട് കുറച്ച് നാൾ ടീച്ചിങ് പ്രൊഫഷനിലുണ്ടായിരുന്നു. കുറേയധികം കോളേജുകളിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ അതായത് പഠിപ്പിക്കുന്ന ഒരു തസ്തികയിലേക്കായിരുന്നു പോയത്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് പോയത്. അതിനുശേഷം നമുക്ക് ജോലിയിൽ പ്രവർത്തിക്കുന്നത്, അതായത് ഒരു സർവീസിൽ കയറുന്നത് 2023-24 കാലഘട്ടങ്ങളിലാണ്. വാട്ടർ അതോറിറ്റിയിലാണ് ഓവർസിയറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഇവിടെ വ്യത്യാസം, അതായത് നമ്മളെ സംബന്ധിച്ചോളം മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ, അത് ITI ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു BTech അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ,
അപ്പോൾ ഒരു ടെക്നിക്കൽ പഠിച്ചു വരുന്ന ഒരു പ്രത്യേകിച്ച് മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം കേരള PSCയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നല്ലൊരു പ്ലാനോട് കൂടി നമ്മളതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു ജോലിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാര്യം നമ്മളൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ആ ഒരു ഇച്ഛാശക്തി, അതായത് ഏത് എക്സാമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടുന്നത്. അപ്പോൾ അത് ടെക്നിക്കൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യാം. ആ ഒരു എക്സാമിന് വേണ്ടുന്ന ഗൈഡൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് പണ്ട് കാലങ്ങളിൽ അത്രയും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ തുടക്ക കാലഘട്ടങ്ങളിൽ ഇത്രയധികം ഗൈഡൻസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിലത്തെ അവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത്തരത്തിൽ കുറേയധികം ഗൈഡൻസുകൾ തരുന്ന സ്ഥാപനങ്ങൾ നിലവിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ അത്തരത്തിലുള്ള ഗൈഡൻസുകളോട് കൂടിയാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ആ ഒരു എയിമിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം, അപ്പോൾ അതൊരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന 1-2 മെയിൻ എക്സാമുകൾ എന്ന് പറയുന്നത് ഒന്ന് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറാണ്. നിലവിൽ 2027 വരെ നിലവിൽ റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ തന്നെയും നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ നമ്മളുടെ AMVI അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു തസ്തിക വളരെ നല്ലൊരു തസ്തിക തന്നെയാണ്. അപ്പോൾ ഈ 2 തസ്തികകളാണ് പ്രധാനമായിട്ടും മെക്കാനിക്കലിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടി നല്ല രീതിയിൽ വേക്കൻസീസ് വരുന്നതും അതുപോലെ തന്നെ നല്ലൊരു പോസ്റ്റും ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം. അതേപോലെ ബിടെക് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ AE ലെവൽ എക്സാംസ് നിലവിൽ ഇറിഗേഷൻ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം തന്നെ എഞ്ചിനീയർ പോസ്റ്റിലേക്ക്, അതായത് ഡിഗ്രി ലെവൽ എക്സാംസ് കഴിഞ്ഞ് നമുക്ക് ഒരു AE ലെവലിലേക്ക് എത്താൻ കഴിയുന്ന നിരവധി തസ്തികകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതാണ് ഒരു പൊതുവെയുള്ള അപ്പം ഇത് പൊതുവെയുള്ള ഔട്ട്ലുക്ക്. ഇനി സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലാണ് ഇപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്നത്? ഓക്കെ, നിലവിൽ പ്രധാനമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ആണുള്ളത്. അതായത് നമ്മൾ എൻ്റെ ഒരു ലെവൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂടുതൽ താല്പര്യമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ കൂടുതലും ടീച്ചിങ് ലെവലിലുള്ള എക്സാംസുകളാണ് ഞാൻ എഴുതാറുള്ളത്. അപ്പോൾ ടീച്ചിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബിടെക് ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളി ലെക്ചർ അല്ലെങ്കിൽ MTech ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള നിലയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. അതായത് ITയിലെ അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അത് ഡിപ്ലോമ + 3 ഇയർ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബിടെക് എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, അല്ല ITA + 3 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹയർ ലെവലിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും, എഴുതാൻ കഴിയും, ജോലിയിൽ പ്രവേശിക്കാനും കഴിയും. അപ്പോൾ നിലവിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ റാങ്ക് ലിസ്റ്റിൽ 16ാമത്തെ റാങ്ക് ആണ് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിലവിൽ ഇപ്പോൾ ഒരു ഇനി ഇതിന് മുകളിലോട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള പോസ്റ്റുകളിൽ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന എക്സാംസ് എല്ലാം തന്നെ ഇത്തരത്തിൽ പോളി ലെക്ചർ ഇൻ മെക്കാനിക്കൽ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്ക് എഴുതാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ കഴിയുന്ന പോസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഒരു സാറിൻ്റെ ഒരു പേഴ്സണൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള പഠനം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ നിന്ന് ഇപ്പം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കും, ഏത് രീതിയിൽ പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ പഠനം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം സാർ എങ്ങനെയാണ് ഒരു വ്യക്തിപരമായിട്ട് പഠിച്ചത്? അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു വേ ഓഫ് സ്ട്രാറ്റജി ഉണ്ടാവും. സ്റ്റഡിയുടെ എന്തായിരുന്നു സാറിൻ്റെ വേ ഓഫ് സ്ട്രാറ്റജി? തീർച്ചയായിട്ടും അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടുന്നത് നമ്മൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. കുറേയധികം എക്സാംസ് നമ്മുടെ മുന്നിൽ വരും. ഒരേ സമയം തന്നെ കുറേയധികം എക്സാംസ് വരുന്നുണ്ടാകും. അപ്പോൾ അതിൽ ഏകദേശം ഒരു 70 to 75% ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും ഉണ്ടാവുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി AE എന്നുള്ളൊരു പോസ്റ്റ്, അപ്പോൾ അത് മെക്കാനിക്കലുകാർക്ക് എഴുതാൻ പറ്റും, കെമിക്കലുകാർക്ക് എഴുതാൻ പറ്റും, സിവിലുകാർക്ക് എഴുതാൻ പറ്റും. ഈവൻ ഞാൻ ജോലി ചെയ്തിരുന്ന ഓവർസിയർ തസ്തിക, അതായത് വാട്ടർ അതോറിറ്റിയിലുള്ള ഓവർസിയർ തസ്തിക എന്ന് പറയുമ്പോൾ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാവുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ ആ സമയങ്ങളിലെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും പഠിക്കണം. അതായത് മെക്കാനിക്കലും നമ്മൾ പഠിക്കണം,
പ്ലസ് സിവിലും പഠിക്കണം. അപ്പോൾ 50% മെക്കാനിക്കലും 50% സിവിലും ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആ ഒരു ജോലി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സിവിൽ എന്ന് പറയുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ആ ഒരു സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഒരു പരീക്ഷ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതാണ് ആദ്യം വേണ്ടുന്നത്. ഐഡൻറ്റിഫൈ ചെയ്ത പരീക്ഷയ്ക്ക് എന്ത് പഠിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ, അല്ലേ? എന്ത് പഠിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് സിലബസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ട് കേരള PSC തന്നെ സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നുകിൽ അത് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ആ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ടോപ്പിക്സുകളാണ്, എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സിവിൽ പഠിക്കണോ, അല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിക്കണോ, കെമിക്കൽ പഠിക്കണോ, അത്തരത്തിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. 2, അത് നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലേ? ഇപ്പം നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് കൂടെ വേണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഗൈഡൻസിൻ്റെ അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ലെങ്കിൽ ഏണസ്റ്റ് അക്കാഡമിയെ പോലെയുള്ള അക്കാഡമിയുടെ ഒരു ആവശ്യകത വരുന്ന സമയത്താണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ സമയത്തിനകത്തുള്ള കുറേയധികം വ്യത്യാസങ്ങളുണ്ട്, കാര്യങ്ങളുടെ കണ്ടൻറ്റിലുള്ള വ്യത്യാസങ്ങളുണ്ട്, നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജിയിലൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എല്ലായ്പ്പോഴും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സഹായം നേടുക തന്നെ വേണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാറിന് സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞു. അപ്പം സാറിന് എംടെക്കാരനായതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. സാറ് എംടെക്കാരനായിട്ട് നിന്നുകൊണ്ട് തന്നെ ITI ലെവൽ എക്സാം എഴുതി, ഡിപ്ലോമ ലെവൽ എക്സാം എഴുതി, BTech ലെവൽ എക്സാം എഴുതി. അപ്പോൾ ഈ 3 എക്സാമുകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ അപ്പോൾ സാറിന് ഈ 3 ലെവലിലുള്ള എക്സാമിനേഷൻ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചോളം, അതായത് ഒരു ITA ലെവൽ എക്സാമുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ITA സിലബസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ എക്സാമിനും അതിൻ്റേതായിട്ടുള്ള സിലബസുകളുണ്ട്. അപ്പോൾ ആ സിലബസുകൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ തസ്തികയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് 1 എന്ന് പറഞ്ഞതിനെ പഠിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ITA ലെവൽ എക്സാംസിന് വരുന്നുണ്ടാവുക. അപ്പം നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാലേ, അത് നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് ITA കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുമായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. എന്നാൽ തൊട്ടടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പോളിടെക് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോമ ലെവലിനുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഡിപ്ലോമ ലെവൽ കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ, എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടോ ആ സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ സിലബസ് നോക്കിയിട്ട് തന്നെ കവർ ചെയ്യുക. അതുപോലെ തന്നെ BTech ലെവലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലെവൽ എക്സാം ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഒരു വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ്, അതായത് നമ്മുടെ ലെവൽ അനുസരിച്ച് പഠിക്കുന്നുള്ള. പക്ഷേ ഇപ്പം ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ട് ഒരു ഫാക്ടർ ലെവൽ ഈ പറയുന്ന പോലെ തന്നെയാണ്. 3 ലെവലിലുമായിരിക്കും ചോദ്യം വരുന്നത്. ഇപ്പൊ PSC മാറി, അതായത് മത്സരം കടത്തുമ്പോൾ PSCയുടെ സ്വഭാവം മാറി. അപ്പം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ചോദ്യങ്ങൾ, അനലിറ്റിക്കൽ ലെവൽ ചോദ്യങ്ങൾ, ഇതെല്ലാം ഈ 3 ലെവലിലും വരുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഇപ്പൊ നിലവിൽ സാറൊക്കെ ടാക്കിൾ ചെയ്യുന്നത്? അത് നോക്കേണ്ടത്, അതായത് നമ്മൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇപ്പം പണ്ട് കാലങ്ങളിൽ ITA ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 1 വേർഡിൽ നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഒരു 5 കൊല്ലം മുന്നേ വരെ. അപ്പോൾ അതിനുശേഷം 2020 ശേഷമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിനകത്ത് വളരെ വ്യത്യാസമുണ്ട്. ഈവൻ ഒരു ITA സ്റ്റുഡൻറ്റിൻ്റെ ലെവലിനെക്കാട്ടിൽ മുകളിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. അത് ഒരു ITA കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അവർ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും അല്ലെങ്കിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു നിലവാരത്തിലേക്കുള്ള ക്വസ്റ്റ്യനിൽ അതിൽ ഉയർന്ന നിലവാരമാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ്. എന്നാൽ ചില എക്സാമുകൾക്കൊക്കെ ഇത്തരത്തിൽ ITA ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളവരെ മാത്രം എടുക്കുന്ന എക്സാമുകൾ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ടീച്ചിങ് ലെവലിലേക്കൊക്കെ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ലെവലിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ടീച്ചിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ITA ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പം ITA വെൽഡർ, അല്ലെങ്കിൽ ITA പ്ലംബർ, അങ്ങനെയുള്ള തസ്തികകളെന്ന് പറഞ്ഞാൽ അത് ITAക്ക് വേണ്ടി അല്ലെങ്കിൽ IT ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നിലവിൽ ഒരു സാഹചര്യത്തിൽ ഇൻടേക്ക് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ അഡ്വൈസുകൾ പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ നിലവാരമാണ്. അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻ്റെ നിലവാരം വളരെയധികം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സാറ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഇത്തരത്തിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വായിക്കാനും അത് അനലൈസ് ചെയ്യാനും
അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനും ഒക്കെ ഉള്ള ഒരു സമയത്തിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ഒരു പ്രശ്നമായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം 1.25 എന്നുള്ളത് ഇപ്പോൾ 1.5 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുമാതിരി നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വേണ്ടുന്ന കാര്യം നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊരു എക്സാം ആയാലും ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 5 സെറ്റെങ്കിലും മിനിമം ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ റീസെൻറ്റ് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആദ്യം നമ്മളൊരു ആദ്യത്തെ സെറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഏറ്റവും പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ക്വസ്റ്റ്യനിൻ്റെ നിലവാരം ഉയർന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പലതരത്തിലുള്ള ടാക്കിൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു. അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ ലൈക്ക് ക്വസ്റ്റ്യൻസ് വരുന്നു, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ശരി ഉത്തരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രാക്ടീസുകളൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി നമ്മൾ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസുകൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് ലെവലിലുള്ള എക്സാംസുകൾ. അപ്പോൾ ടോപ്പിക് ലെവൽ എക്സാംസൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ പരീക്ഷയാണ് എക്സാമിനെ പറ്റി പഠിച്ചു. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് 2 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്നതാണ്. ഇപ്പം വർക്ക് ചെയ്ത് വന്നിരുന്നു, ഇപ്പം അധ്യാപന മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ സ്റ്റാറ്റിക് ആയിട്ട് മെക്കാനിക്കൽ ടെക്നിക്കൽ മേഖലയുള്ള ഒരു ജോലി ചെയ്ത വാട്ടർ അതോറിറ്റി പോലുള്ള ഒരു മേഖലയിൽ ജോലി ചെയ്തു. സാർ ഓവർസിയർ എന്ന രീതിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാനൊരു താല്പര്യം ഉണ്ടാവും. വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ കുറേ തസ്തികകൾ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി AE പോലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി ഓവർസിയർ തന്നെ പോസ്റ്റായിട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ എൻവയോൺമെന്റ് എടുക്കുമ്പോൾ അവിടുത്തെ ജോലിയും ജോലിയുടെ റോളുകളും സാറിന് അറിയാമായിരിക്കുമല്ലോ. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ പോസ്റ്റുകൾ, അതായത് ടെക്നിക്കൽ മേഖലയിലുള്ള പോസ്റ്റുകൾ, എന്താണ് അവരുടെ ജോലി റെസ്പോൺസിബിലിറ്റി, അവരുടെ ഒരു കരിയർ ഗ്രാഫ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ഓക്കെ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം, അതായത് ഒരു ടെക്നിക്കൽ കോഴ്സ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം നമ്മളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ എല്ലാം തന്നെ ഇത്തരത്തിൽ ഡ്രാഫ്റ്റ്മാൻ എന്നോ അല്ലെങ്കിൽ ട്രേസറെന്നോ അല്ലെങ്കിൽ ഓവർസിയറെന്നോ എന്നുള്ള രീതിയിലാണ് പോസ്റ്റുകൾ വരുന്നുണ്ടാവുക. ഒരു എൻട്രി ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ITA കഴിഞ്ഞിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ITA കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് എൻട്രി ലെവൽ വരുന്നുണ്ടാവുക. ഓവർസിയർ ലെവൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ട്രേസർ എന്ന നിലയിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫീൽഡ് സ്റ്റാഫാണ്. അപ്പോൾ അത് PWD ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറിഗേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതായത് ഫീൽഡിൽ പോയി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള ഒരു സൂപ്പർവിഷൻ ലെവലിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഗ്രേഡ് 3 ആണെങ്കിൽ ഗ്രേഡ് 2 ഉണ്ടാകും, പിന്നെ ഗ്രേഡ് 1 ഉണ്ടാകും. ഗ്രേഡ് 1 ഓവർസിയർ എന്ന് പറയുമ്പോൾ സബ് എഞ്ചിനീയർ എന്ന നിലയിലാണ് അത് നിലവിലുള്ളത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ സബ് എഞ്ചിനീയർ ഗ്രേഡ് 1, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്നുണ്ടാകും. അപ്പോൾ ഈ ഗ്രേഡ് 3ഉം 2ഉം ഒക്കെ തന്നെ, അതായത് ഓവർസിയർ ഗ്രേഡ് 1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രേഡ് 3 ആയിക്കോട്ടെ, ഗ്രേഡ് 2 ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ ITA തന്നെയാണ്. ഹയർ ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരും അവിടെ വർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗ്രേഡ് 1, അതായത് സബ് എഞ്ചിനീയറിലേക്ക് വരുമ്പോൾ അതൊരു ഡിപ്ലോമ ലെവൽ ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷനാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു എന്താണ് ഒരു കരിയർ പാത്ത് ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. അപ്പം ഗ്രേഡ് 3 ആയിട്ടൊരു എൻട്രി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഗ്രേഡ് 2 ആവുന്നുണ്ടാവും, ഓവർസിയർ ഗ്രേഡ് 2 ആവുന്നുണ്ടാവും. അതിനുശേഷം ഗ്രേഡ് 1 എന്ന നിലയിലേക്ക് മാറുന്നുണ്ടാവും. അതിന് മുകളിലേക്കാണ് പിന്നീട് AEയിലേക്ക് വരുന്നത്, അല്ലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വരുന്നുണ്ടാവുക. അത് ഇത്തരത്തിൽ ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ എൻട്രി ആയിട്ടുള്ള രീതിയിലാണ്. എന്നാൽ സർവീസിൽ വരുന്ന വഴിക്ക് അങ്ങനെ ഡിപ്ലോമ ലെവൽ കോട്ടയും ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കോട്ടയുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ AEയിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അതുപോലെ ഒരു എൻട്രി ലെവൽ പോസ്റ്റ് ഇപ്പോൾ വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്ററായിട്ട് കയറുന്ന ഒരു എംപ്ലോയിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്, സാലറി അല്ലാതെ ഒരു കരിയർ ഗ്രോത്ത്? ഇപ്പോൾ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ കുറേയധികം വേക്കൻസീസ് വരാൻ സാധ്യതയുള്ള ഒരു തസ്തികയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ് കൂടുതലും നമ്മളവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ ഓപ്പറേറ്ററെ സംബന്ധിച്ചോളം വളരെയധികം റിസ്ക് കുറഞ്ഞ ഒരു ജോലിയാണ്. കുറച്ചുകൂടെ നമുക്ക് നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ലേഡീസിനെ സംബന്ധിച്ചോളം ലേഡീസൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ നൈറ്റ് ഷിഫ്റ്റുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ അവിടെ
ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവൻ്റെ മാക്സിമം വരുന്നുണ്ടാവും ഹെഡ് ഓപ്പറേറ്റർ എന്ന നിലയിൽ, അല്ലേ? ഹെഡ് ഓപ്പറേറ്റർ എന്ന നിലയിൽ HOS എന്നുള്ള രീതിയിൽ നമ്മളത് പറയാറുണ്ട്. അപ്പോൾ ആ ലെവലിലേക്കൊക്കെ വന്നിട്ടാണ് അതിൻ്റെ ഒരു പ്രൊമോഷൻ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗ്രേഡ് അതിനകത്ത് തന്നെ ഗ്രേഡ് 1 ഓപ്പറേറ്റർ, ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു സീനിയോറിറ്റി പോകുന്നുണ്ടാവുക. അതുപോലെ ഇനി AE എന്നുള്ള പോസ്റ്റ്, അപ്പോൾ AE പൊതുവെ ബിടെക്കുകാർ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ AE ആയിട്ട് കയറാൻ എത്രത്തോളം എഫേർട്ട് വേണ്ടി വരും? AE പോസ്റ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ വാട്ടർ അതോറിറ്റി AE ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ, സിവിൽ 3 ബ്രാഞ്ചസും നമ്മൾ കൃത്യമായിട്ട് 3 ബ്രാഞ്ചസുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ 3-ൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ എഫേർട്ട് നമ്മളെ സംബന്ധിച്ചോളം കുറച്ചുകൂടി കൂടുതലായിരിക്കും. മറ്റുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ AEയെ സംബന്ധിച്ചോളം നമുക്ക് മെക്കാനിക്കൽ പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എന്നാൽ വാട്ടർ അതോറിറ്റി AEയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കെമിക്കൽ, സിവിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിവിലുകാരെ സംബന്ധിച്ചോളം മെക്കാനിക്കലും കെമിക്കലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ എടുക്കുന്ന എഫേർട്ട് സാധാരണഗതിയിൽ നമ്മൾ മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിന് എടുക്കുന്ന എഫേർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. 2, ജോബ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞ അല്ലെങ്കിൽ കെമിക്കൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ജോബ് പ്രൊഫൈലിൽ കൂടുതലും ഏകദേശം 80% സിവിൽ വർക്കുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ, അല്ലെങ്കിൽ പൈപ്പിങ്ങിൻ്റെ ലേയിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ടാങ്കിൻ്റെ OH ടാങ്കിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കൂടുതലും കൺസ്ട്രക്ഷൻ വർക്കുകളാണ് കൂടുതലും വരുന്നുണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ ചെന്ന് ഫീൽഡിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈവൻ ഓവർസിയർ ആയിക്കോട്ടെ, ഡ്രാഫ്റ്റ്മാൻ ആയിക്കോട്ടെ, എല്ലാവരും നമ്മളതെല്ലാം തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഫീൽഡിൽ ചെന്ന് നമ്മൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് നാൾ നമ്മളൊരു എഫേർട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും സാധാരണഗതിയിൽ. പക്ഷെ എന്നാൽ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ ജോലി ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതാണ് വാട്ടർ അതോറിറ്റിയെ പറ്റിയുള്ള ഒരു കോമൺ ഔട്ട്ലുക്ക്. അപ്പോൾ ഒരു മെക്കാനിക്കൽ സ്ട്രീമിലുള്ള, അതുപോലെ തന്നെ കെമിക്കൽ സ്ട്രീമിലുള്ള, സിവിൽ ഫീൽഡിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ്. അപ്പോൾ ഒരു കോമൺ ഔട്ട്ലുക്ക് കിട്ടി കാണും. പിന്നെ ഈ സാർ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുകയാണ്, ആ ഒരു ജോലിയെ പറ്റിയുള്ള ഔട്ട്ലുക്ക് എന്താണ്? പ്രത്യേകിച്ച് ആ ഡിപ്പാർട്ട്മെന്റ്, ജോലി, ആ റോള് അതൊന്ന്. അപ്പം നിലവിൽ ട്രേഡ്സ്മാൻ എന്ന തസ്തികയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ട്രേഡ്സ്മാൻ. അതായത് നമ്മളുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ ഹൈസ്കൂളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഈ 3 മേഖലകളിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ എല്ലാം തന്നെ നമുക്ക് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് വരുന്നുണ്ടാവുക, പ്രത്യേകിച്ച് ലാബുകളിൽ, അതായത് അവരുടെ മെഷീൻസ് ലാബുകളിലുമായി ബന്ധപ്പെട്ട്. അത് ഓരോ ട്രേഡ് അനുസരിച്ച് മാറുന്നുണ്ടാകും. അപ്പോൾ ട്രേഡ്സ്മാൻ എന്ന നിലയിൽ ഇപ്പോൾ ടേണിംഗ്, വെൽഡിംഗ്, ഫിറ്റിംഗ്, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ, അങ്ങനെ നിരവധി ട്രേഡുകൾ അനുസരിച്ച് മാറുന്നുണ്ടാകും. അപ്പോൾ എവിടെയായാലും നമ്മൾ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് വരുന്നത്. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു രീതി. അതായത് ഒരു ഇൻസ്ട്രക്ടർ ലെവൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് എഡ്യൂക്കേറ്റർ എന്ന നിലയിലുള്ള പോസ്റ്റാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്കവിടെ കിട്ടുന്നുണ്ടാകും. നമുക്ക് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് താല്പര്യമുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് നമ്മളുടെ ആ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏതൊരു തസ്തികയായാലും. അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക, വെക്കേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം കുട്ടികൾക്ക് അവധിയുള്ള സമയങ്ങളിലൊക്കെ നമ്മളൊരു ടീച്ചിങ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴൊക്കെ അവധിയുണ്ടോ ആ സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് അവധി ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് അവിടെ നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് ചെറിയൊരു തസ്തികയിൽ കയറി കഴിഞ്ഞാൽ? അപ്പോൾ ഇതിൻ്റെ അതായത് ട്രേഡ്സ്മാൻ എന്ന നിലയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന നിലയിലേക്കാണ് പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന നിലയിലേക്ക് മാറുന്നുണ്ടാവും. അപ്പം അത് അവിടെ നിന്ന് നമുക്ക് EI എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്നുള്ള രീതിയിൽ ഗ്രേഡ് 1 നമുക്ക് പോകാൻ പറ്റും. പിന്നെ സൂപ്രണ്ട്, ഇത്തരത്തിൽ പ്രിൻസിപ്പൽ, അതായത് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലേക്കൊക്കെ നമുക്ക് ഹയർ പ്രൊമോഷൻസ് കിട്ടും. അത്രയും സ്കോപ്പ് ഉള്ളൊരു മേഖല. തീർച്ചയായിട്ടും. ഇനിയും നമുക്കറിയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ സാറ് ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞ് സാർ റാങ്ക് ലിസ്റ്റിൽ വന്ന കാര്യം നമുക്കറിയാം. വ്യത്യസ്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് സാറ് നിയമനം കാത്തിരിക്കുകയാണ്. മാത്രമല്ല സാറ് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമുകളെ പറ്റിയും കൃത്യമായൊരു ധാരണ കാണും. അപ്പോൾ ഈ മെക്കാനിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബിടെക് ലെവലാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മളുടെ സെപ്റ്റംബർ സ്ലോട്ടിൽ നമ്മളുടെ ഇറിഗേഷൻ അതുപോലെ തന്നെ ഹാർബർ തസ്തിക നിലവിലിപ്പോൾ എക്സാംസ് വരുന്നുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സുകൾ അതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പഠന രീതി അതൊക്കെയാണ്.
പിന്നീട് നമുക്ക് വരാൻ പറ്റുന്നത് വാട്ടർ അതോറിറ്റി AE വരുന്നുണ്ടാവും. പിന്നീട് ഡിഗ്രി ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോളിടെക്നിക് ലെക്ചർ പോസ്റ്റിലേക്കുള്ള തസ്തിക അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ബിടെക് ലെവലിലുള്ള എക്സാംസിന് വരുന്നുണ്ട്. ഇപ്പൊ അതുപോലെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ നിലവിൽ കേരള PSCയുടെ പാറ്റേൺ അവർ മാറ്റിയിട്ടുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത 3 വർഷം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണം. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങുന്നതാണോ എപ്പോഴും നല്ലത്, അതോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പകുതി ആകുമ്പോഴേക്ക് തന്നെ അതിന് തയ്യാറെടുത്ത് തുടങ്ങുന്നതാണോ നിലവിലൊരു സാഹചര്യത്തിൽ നല്ലത്? നിലവിലെ സാഹചര്യത്തിൽ സാർ രണ്ടാമത് പറഞ്ഞ പോലെ 3 വർഷ കാലാവധി ഉണ്ടെങ്കിൽ തന്നെയും അതായത് 3-ാമത്തെ വർഷം കഴിയുമ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 1 ഇയർ മുന്നേ തുടങ്ങും. അതായത് PSCയുടെ ഭാഗത്ത് നിന്ന് 1 കൊല്ലം മുന്നേ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിലവിൽ ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2027 ജൂലൈ മാസങ്ങളിലാണ് നമ്മളുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമിൻ്റെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ഏകദേശം 1 വർഷം മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും നേരത്തെ തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. കാര്യം ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടത്തെ കൂട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് തറമായിട്ട് പഠിച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് ശരിയാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഉചിതം. അപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ഈ ഒരു പഠനം കൃത്യമായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ മാറിയ എക്സാമിനേഷൻ പാറ്റേൺ ഒരു ചലഞ്ചാണ് എല്ലാവർക്കും, ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ചലഞ്ചാണ്. കാരണം നേരത്തെ നമ്മൾ പഠിച്ച് നമ്മുടെ കൺസെപ്ഷൽ അറിവ് വെച്ചിട്ട് പോയി എക്സാം ക്രാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു മാറിയ പാറ്റേണിൽ ഒരു കൃത്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പിന് വലിയ റോളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ പറഞ്ഞു വരേണ്ടത്, അതായത് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടന്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. ആ കണ്ടന്റ് കൃത്യമായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം. ആ കൃത്യമായിട്ടുള്ള കണ്ടന്റ്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം പഠിച്ചു, പക്ഷേ നമുക്ക് പരീക്ഷ സമയത്ത് അത് നമുക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ ആ ഒരു 1.5 മണിക്കൂർ നമുക്ക് കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഫീൽഡ് വേണം, അല്ലേ? ആ ഫീൽഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള പ്രത്യേക ആപ്ലിക്കേഷനുണ്ട്. അതിൽ കുറേയധികം കണ്ടന്റ് നമ്മളുടെ സിലബസ് അനുസരിച്ചാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലേ? നമുക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് 1ാമത്തെ മൊഡ്യൂളിനകത്ത് 1ാമത്തെ ടോപ്പിക് എന്താണെന്നുള്ളത് ആ 1ാമത്തെ ടോപ്പിക് 1ാമത്തെ ചാപ്റ്ററായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1ാമത്തെ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ആ 1ാമത്തെ വീഡിയോ നമ്മൾ കാണുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ്, കൃത്യമായിട്ടുള്ള സംശയങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ മെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെൻറ്റർഷിപ്പ്, ലൈവായിട്ട് നിൽക്കുന്ന മെൻറ്റർഷിപ്പ് എല്ലായ്പ്പോഴും ഒരു ഹെൽപ്ഫുള്ളാണ്, ഒരു സപ്പോർട്ടാണ് നമ്മളെ സംബന്ധിച്ചോളം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങൾ പഠിക്കുകയും അറിയാതെ തന്നെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സാധാരണ വരുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും ഇത്തരത്തിൽ നമ്മൾ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ, ആ ഒരു 10 മൊഡ്യൂൾസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 മൊഡ്യൂളും നമ്മൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് തറവായിട്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പം ഒന്ന്, ഈ പറയുന്ന കണ്ടന്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 2, സംശയങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുക. 3, പ്രാക്ടീസ് ചെയ്യുക, അതായത് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈ 1.5 മണിക്കൂറുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഓരോ ലെവലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് അതായത് ആദ്യത്തെ 5 മൊഡ്യൂൾ കഴിയുമ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യും, പിന്നെ 8 മൊഡ്യൂൾ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യും, അപ്പോൾ 10 മൊഡ്യൂൾ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തണം. അത് നമ്മൾ പെട്ടെന്നൊരു ദിവസം എക്സാം ഹാളിൽ പോയിരുന്ന് ചെയ്യുന്നതും, അതേപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോകുമ്പോഴും വളരെയധികം വ്യത്യാസം ഉണ്ടാവും.
തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓക്കെ, പഠനത്തിന്റെ പാറ്റേൺ ഓക്കെ. അപ്പം സാറ് ഇത്രയും റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ എക്സാം ഹാൾ ഒരു വലിയ വെല്ലുവിളിയാണ്. എന്തൊക്കെ പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും ഈ 1.5 മണിക്കൂർ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ കൊടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് നെഗറ്റീവാണ്. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു ഉത്തരം തെറ്റിക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടിയ ഒരു മാർക്കിന്റെ ഒരു കുറച്ച് വിഹിതം കൂടി എടുത്ത് അറിയാവുന്ന ഉത്തരത്തിൽ 1 മാർക്ക് കൂടെ ആവണം. അതായത് നെറ്റ് എഫക്ട് ആയതുകൊണ്ട് 1 മാർക്ക് അല്ലെങ്കിൽ 1.25 മാർക്ക് പോകുന്ന പോലെയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നെഗറ്റീവ് വരാതെ എക്സാമിനെ ആ 1.5 മണിക്കൂർ ടാക്കിൾ ചെയ്യാൻ? കഴിവതും നമ്മൾ എക്സാംസിന് സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് എന്ന് പറയുന്നൊരു ഇഷ്യൂ ആണ്. ഒരു എക്സാം, പ്രത്യേകിച്ചൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചോളം നെഗറ്റീവ്സ് നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നെഗറ്റീവ്സ് വരാൻ സാധ്യതയുള്ളത് പല രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന മിസ്റ്റേക്ക് ആവാം. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് പ്രധാനമായിട്ടും വരുന്നുണ്ടാവുക. അതായത് ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ടാവുക, പക്ഷെ നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ നമ്മളുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആവാറുണ്ട്. പലപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്നതൊന്ന്, നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന്, അല്ലേ? അപ്പോൾ ഉത്തരത്തിലേക്ക് വരുമ്പം ഉത്തരം മറ്റൊന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ പലതും ഇത്തരത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവാറുള്ള സാധ്യത വളരെ കുറേയധികം സ്റ്റുഡൻസൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ ഇത്തരത്തിൽ നെഗറ്റീവായി പോയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കഴിവതും നമ്മൾ ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ 2-3 തവണ വായിക്കുക. 2-3 തവണ വായിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം കറക്റ്റാണ് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഉത്തരത്തിലേക്ക് പോവുക. അതല്ല, നമുക്കത് കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ 1ാമത്തെ ചോദ്യം നമ്മൾ വായിച്ചു, കിട്ടുന്നില്ല, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആയിരിക്കും നമ്മളിപ്പോൾ അത് മനസ്സിലാവാതെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് പർട്ടിക്കുലർ ടോപ്പിക്ക് വരുന്നില്ല. എന്നാൽ അതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 10ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് കത്തുന്നുണ്ടാവുക 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്നേരം അത് പല കാര്യങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്തിലെടുക്കാറ്. അപ്പോൾ ചില കാര്യങ്ങൾ ആ ഒരു റിലേറ്റ് ചെയ്യുന്നതിന് ഇടയിലുള്ള ലിങ്ക് നമുക്ക് നഷ്ടപ്പെടും. ആ ലിങ്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ 10ാമത്തെ ചോദ്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ 1ാമത്തെ ചോദ്യം നമുക്ക് കിട്ടിയില്ല, ആ സമയത്ത് നമ്മൾ ഒരു വേഗ ഐഡിയ വെച്ചൊരു ആൻസർ മാർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. പക്ഷേ 10ാമത്തെ ചോദ്യം വായിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് 1ാമത്തെ ചോദ്യം ഉത്തരം നമ്മൾ എഴുതി തെറ്റിപ്പോയി, ഉത്തരം ഇതായിരുന്നു, എക്ക് വരും ബി നമ്മൾ കുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കഴിവതും 1 തവണ വായിച്ചു, 2 തവണ വായിച്ചു, അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ ത്രൂ ഔട്ട് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഏതാണോ എഴുതാത്തത് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിക്കുമ്പോൾ നമുക്കത് ഏകദേശം ചില ക്വസ്റ്റ്യനുകൾ, എല്ലാ ക്വസ്റ്റ്യനോടും കിട്ടണമെന്നില്ല, ചില ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു ലിങ്ക് മറ്റ് ക്വസ്റ്റ്യനുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടില്ലേ, അതേപോലെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതല്ല, ആ സമയത്തൊന്നും കിട്ടുന്നില്ല എങ്കിൽ തന്നെ നമ്മൾ ഇത്തരത്തിൽ 50-50 ചാൻസസ് കഴിവതും ഒഴിവാക്കുക തന്നെ ചെയ്യണം. 50-50 ചാൻസസ് മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2 ഓപ്ഷൻസുകൾ നമുക്ക് കൺഫ്യൂസിങ് ആവും. അപ്പോൾ 2 ഓപ്ഷൻസുകൾ കൺഫ്യൂസിങ് ആകുമ്പോൾ നമുക്ക് സാധ്യത 50-50 ആണ്. അപ്പം അത് കഴിവതും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക എന്നാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നീട് നമ്മൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നീട് പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഒരു ക്രൂഷ്യലായിട്ട് വരുന്നൊരു സംഗതിയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സാധനം. അത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ടീച്ചിങ് പോസ്റ്റുകൾക്കാണ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് വരുന്നുണ്ടാവുക. ഈവൻ നമ്മളെക്കാട്ടിൽ 1 മാർക്കോ 2 മാർക്കോ കുറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മളെക്കാട്ടിൽ 2 മാർക്ക് കൂടി ഇൻ്റർവ്യൂവിന് വാങ്ങിച്ച് നമുക്ക് മുകളിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇൻ്റർവ്യൂ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് അത് കൃത്യമായിട്ട് അത് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇൻ്റർവ്യൂ അതൊരു നല്ലൊരു പാർട്ട് തന്നെയാണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണൊരു കോമൺ ആയിട്ടുള്ളൊരു എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ വീഡിയോ കണ്ട് കുറേയധികം ആൾക്കാരുണ്ടായിരിക്കും. എങ്കിലും ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ ഇപ്പോഴും സ്പൗട്ട് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോടും അതുപോലെ തന്നെ തയ്യാറെടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു കരിയർ മേക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ താങ്കൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു ടാസ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഓഫ് കോഴ്സ് അതൊരു ടാസ്ക് ആണ്. എന്നാൽ തന്നെയും നമ്മളുടെ ഒരു എയിം ഉണ്ടാവുമല്ലോ, നമുക്ക് ഇന്ന തസ്തികയിലേക്ക് എത്തണം അല്ലെങ്കിൽ ഇന്ന പോസ്റ്റ് നമുക്ക് എത്തണം എന്നുള്ളത്. നമ്മൾ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് വേണ്ടുന്നൊരു മനസ്സ് വേണം. അത് നമ്മളെ കൊണ്ട് പറ്റും.
അല്ലേ, ഇത്തരത്തിൽ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് ആ ഒരു തസ്തികയ്ക്ക് വേണ്ടുന്ന സിലബസ് എന്താണോ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്താണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അല്ലേ, ഇത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. കാര്യം ആ ഒരു ലിമിറ്റിനുള്ളിലുള്ള ഗെയിമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹാർഡ് വർക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് വേണം, പ്ലസ് ഒരു സ്മാർട്ട് വർക്ക് കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉയർന്ന റാങ്കിലേക്ക് തന്നെ വരും. ഈവൻ നമ്മളൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മളൊക്കെ ഇത്തരത്തിൽ അങ്ങ് മുകളിലുള്ള ആൾക്കാരൊന്നും അല്ല, നമ്മൾക്കൊരു ആവറേജ് ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മൾക്കൊക്കെ ഇത്തരത്തിൽ എത്താമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. മെക്കാനിക്കൽ മേഖലയിലും മറ്റ് ടെക്നിക്കൽ മേഖലയിലും എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന രീതിയിലാണ് സൂരജ് സാർ തന്റെ അനുഭവം നമ്മളുമായി പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇച്ഛാശക്തിയോടുകൂടിയുള്ള പഠനം ഏതൊരു ഉദ്യോഗാർത്ഥിയെയും അവന്റെ ജീവിത ലക്ഷ്യത്തിൽ എത്തിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള മാതൃകയാണ്. ഇത് പിൻപറ്റി നിങ്ങൾക്കും സേഫായ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കാൻ കഴിയും. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.